നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഏത് കായ്ക്കാത്ത ഫലവൃക്ഷ തൈകളും പെട്ടെന്ന് പൂവിട്ട് നല്ല ഫലം കിട്ടാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി വളത്തിൻ്റെ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒട്ടുമിക്ക കർഷകർക്കും നല്ല പരിചിതമായിട്ടൊരു വളമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കേരള കാർഷിക സർവകലാശാലയുടെ പ്രോഡക്റ്റാണ്. ഇത് അയറാണ്. കൂടുതലായിട്ടും ഇത് ഉപയോഗിച്ചിട്ടുള്ളത് വാഴ കർഷകരാണ്. നല്ല രീതിയിൽ വാഴക്കൃഷി നടത്തുന്നവർക്ക് മിക്കവരുടെയും കയ്യിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാവും. ഒരു 3-4 വർഷത്തിലേറെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത്ര നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ ഇന്ന് ഞാനിത് പറയാൻ പോകുന്നത് വാഴകൾക്ക് മാത്രമല്ല ഇത് നല്ലൊരു റിസൾട്ട് തരുന്നത് നമ്മുടെ എല്ലാ ഫലവൃക്ഷ തൈകൾക്കും, എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും, പ്രത്യേകിച്ച് എക്സോട്ടിക് പ്ലാന്റ്സ് ഒക്കെ. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ആൾക്കാർ ഒരു റംബൂട്ടാൻ, ഒരു മാംഗോസ്റ്റിനൊക്കെ ഇല്ലാത്ത വീടുകൾ ഉണ്ടാകത്തില്ല. കാരണം പിള്ളേർക്ക് അത്ര ഇഷ്ടമാണ്. പുറത്തൊക്കെ ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇതൊക്കെ ഗാർഡനിൽ തന്നെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കായ്ക്കാനും നല്ല രീതിയിൽ ഫലം തരാൻ വേണ്ടി ഈ അയർ നല്ലൊരു വളമാണ്. എൻ്റെ ഒരു വാഴനടിയിൽ വാഴക്കന്ന് എങ്ങനെയാണ് നട്ട് പരിപാലിക്കുന്നുള്ളൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മന്ത്സിലും 4 മന്ത്സിലും നമ്മളൊരു വളം കൊടുക്കുന്നുള്ളത്. അത് ഈ അയറാണ്. നമ്മൾ വാഴയ്ക്ക് സാധാരണ കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണ്? രാജ്ഫോസ്, യൂറിയ, പൊട്ടാഷ്യം ഒക്കെയാണ് നമ്മൾ കൊടുക്കാറ്. 1-ാം വളവും 2-ാം വളവും ഒക്കെ കൊടുക്കാറ്. എന്നാൽ നമ്മൾ അയർന്ന് പറയുന്നത് വാഴയുടെ വളർച്ചയിൽ 2-ാം മാസവും 4-ാം മാസവുമാണ് നമ്മൾ അയർ കൊടുക്കുന്നത്. അതിൽ വാഴയ്ക്ക് കൊടുക്കുന്ന അളവെന്ന് പറയുന്നത് 2-ാം മാസം 100 ഗ്രാം അയർ ഒരു വാഴയ്ക്ക് എന്ന കണക്കിന്. അതുപോലെ തന്നെ 4-ാം മാസം, അതായത് ഒരു വാഴയ്ക്ക് ടോട്ടൽ 200 ഗ്രാം അയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. വാഴക്കൃഷിയിൽ ഇത് 100% വിജയം കെട്ടുള്ള സാധനമാണ്. ഇത് തീർത്തും ജൈവപരമായിട്ടുള്ള വളമാണ്. അയർ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ചിലർ ജൈവപരമായ രീതിയിൽ മാത്രം വാഴക്കൃഷി ചെയ്യുന്നവരുണ്ട്. അല്ലാത്ത വളവും രാസവളങ്ങളും ചേർക്കുന്നവരുണ്ട്. രാസവളം ചേർക്കുന്നതിൻ്റെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ അയർ നമ്മൾ ഉപയോഗിക്കരുത്. ഒരു 15 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ആ അയർ ഉപയോഗിക്കാവൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2-ാം മാസവും 4-ാം മാസവും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് വാഴയിലെ കൊടയിലായാലും അതിൻ്റെ പഴത്തിൻ്റെ ടേസ്റ്റിൽ വരെ വ്യത്യാസം ഉണ്ടാകും. അത്ര നല്ല പ്രോഡക്റ്റാണ് ഈ അയർ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിൽ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിലും നമ്മൾ ഉപയോഗിക്കുക. മാവ് തൊട്ട് പ്ലാവ് തൊട്ട് എല്ലാ സാധനത്തിനും, എന്തിനു പറയുന്ന പേരയിൽ വരെ, പേരത്തൈകൾക്ക് വരെ നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അത് കാണിച്ചു തരാം ഞാൻ. വിത്ത് പ്രൂഫുണ്ട്. നമുക്കിത് കൃഷിഭവനിൽ നിന്ന് ഫീൽഡ് വർക്കിന് വരുന്ന മേഡമൊക്കെയാണ് നമുക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അയർ ഇത് വാഴയ്ക്കെന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ കിട്ടിയ ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുവാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, എൻ്റെ വീട്ടുമുറ്റത്ത് കൂടുതലും ചെടികളല്ല, ചെടികൾ എന്ന് പറയുന്നതില്ല. കൂടുതലും മുറ്റത്താണ് തന്നെ മാവും പേരയും പ്ലാവും ഒക്കെ ഉള്ളതാണ്. ഇതൊക്കെയാണെങ്കിൽ തന്നെ എപ്പോഴും ഇതൊക്കെ ഓൾ സീസണാണ്, എപ്പോഴും ഉണ്ടാവും. ഏത് സമയത്തും മാങ്ങ കുഞ്ഞൊരു കുട്ടിയുടെ വലുപ്പത്തിലാണ് മാങ്ങ കായ്ച്ചു നിൽക്കുന്നത്. എല്ലാത്തിലും നല്ല രീതിയിൽ മാങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ മല്ലിക എന്ന് പറഞ്ഞ ഇനമാണ്. 1.5 വർഷം ആയപ്പോഴത്തേനും ഇതാ മാങ്ങ ഒക്കെ പിടിച്ചിട്ടുമുണ്ട്. ഇഷ്ടംപോലെ പൂവ് ഇടുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ മാങ്ങ നിൽപ്പുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്തു. നമ്മളൊക്കെ ഇതിനിട്ട് അയറും ഇട്ട് കൊടുക്കാറുണ്ട്. ഈ വർഷത്തിൽ ഒരു 2 തവണ ഇതുപോലുള്ള തൈകൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തീർത്തും പൊടിയില്ലെങ്കിൽ 6 മാസമൊക്കെ ആയ തൈകളാണെങ്കിൽ 100 ഗ്രാം വെച്ചൊക്കെ സൈഡിൽ ഇട്ട് കൊടുക്കാം. മഴയുള്ള സമയമാണെങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കാം. ഒത്തിരി വലിയ തടമോ കാര്യങ്ങളോ ഒന്നും ഇതിന് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ മൂട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഇതുപോലെ കുറച്ചൊരു മണ്ണ് മാറ്റി ചുറ്റിനും ഇട്ട് കൊടുത്താൽ 100 ഗ്രാം ഇട്ട് കൊടുത്താൽ മതി. ഒരു പിടി വളം ഇട്ട് കൊടുക്കുക. ഒരു 2 മാസം കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേര തറയിൽ കിടന്ന് ഇല കാണത്തില്ലാത്തതുപോലെയാണ് ഇതിലൊക്കെ നിൽക്കുന്നത്. നമ്മളെല്ലാത്തിനും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 70 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ജൈവ വളങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ ഉണ്ടാവും, വളക്കടയിൽ ഉണ്ടാവാൻ വഴിയില്ല. അല്ലെങ്കിൽ നിയർ ബൈ കൃഷിഭവനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരും അയർ പ്രോഡക്റ്റ് എവിടെയാണ് കിട്ടുക എന്നുള്ളത്. എനിക്ക് നല്ല രീതിയിലൊരു ഫലവൃക്ഷത്തോട്ടം തന്നെയുണ്ട് കേട്ടോ. അത് നമ്മുടെ റംബൂട്ടാനാണ്. കുറച്ചൊക്കെ ഉണ്ടായിട്ട് പൂത്തിൽ പൊഞ്ഞു പോയിട്ടുള്ളൂ. അല്ലാതെ നിറച്ച് കായ്കളായിട്ട് നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ട തൈകളാണ് കേട്ടോ. അപ്പോൾ 1.5 വർഷമൊക്കെ ആയപ്പോൾ 2 തവണയും കായ്ച്ചു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു കുഞ്ഞു പൊടിയായിരുന്നപ്പോൾ തൊട്ടേ ഇതിൽ ഓരോ കൊലയൊക്കെ പിടിക്കുമായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ എല്ലാത്തിലും ഇഷ്ടംപോലെ കായ്കളുണ്ട്. ഇതുപോലെ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് എന്ന് വെച്ചാൽ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതാണ്. ഇതൊരു തൈ വാങ്ങിച്ച് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ഫ്രൂട്ട് ഇല്ല എന്ന് പറയാം. എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്ക് ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. മാവിനും പ്ലാവിനും മാവുകളൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവും.
അത് പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കൂടുതലും കൂടുതൽ നല്ല രാസവളങ്ങൾ ഉപയോഗിക്കാറ്. കാരണം അത്യാവശ്യം നമുക്ക് ആട്ടും കാഷ്ടവും അതുപോലെ കോഴി കാഷ്ടവും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ വീടുകളിലുള്ളതുകൊണ്ട് ആ വളങ്ങളാണ് കൂടുതലും നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കാറ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ജൈവവളത്തിൻ്റെ കൂടെ ആകുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. രാസവളത്തിൻ്റെ കൂടെ ആകുമ്പോൾ ഒരാഴ്ച ഗ്യാപ്പെങ്കിലും വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. 1.5 വർഷമായ നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവിലെ ചക്ക കണ്ടോ, നമ്മൾ 3 എണ്ണം പറിച്ചു. ഇത് അടുത്തതാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ വലുപ്പമുള്ള ചക്കകൾ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണ്. നിൽക്കുന്ന അബ്യൂ ട്രീ ആണ് കേട്ടോ. അബ്യൂൻ്റെ ഒക്കെ ഒത്തിരി വെറൈറ്റീസൊക്കെ നമ്മളിവിടെ ഉണ്ട്. ഇത് നമ്മളെ പണ്ടത്തെ കാലത്തെ മൂട്ടിപ്പഴം ഇത് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ബഡ് തൈ അല്ലായിരുന്നു, അല്ലാതുള്ള തൈയാക്കുക. ഒരു കുരുവിട്ട് പായ് കിളിപ്പിച്ചതായിരുന്നു, തൈയായിരുന്നു. അപ്പോൾ ഇത് സമയം എടുക്കും കായ്ക്കാൻ. ഇത് നമ്മളിതിനു വേണ്ടിയൊക്കെ വെയിറ്റിംഗ് ആണ്. ഇതിനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ മാതിരി വളങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഈ അയറിൽ നമ്മൾ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഉപസൂക്ഷ്മ മൂലകങ്ങളൊക്കെയാണ്. അതായത് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ എന്നിവയാണ് നമ്മുടെ ഈ അയറിൽ അടങ്ങിയിട്ടുള്ളത്. കൃഷിയിൽ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അയർ ട്രൈ ചെയ്ത് നോക്കണം. നല്ല രീതിയിലുള്ള വാഴക്കൊല നിങ്ങൾക്ക് ലഭിക്കും. നല്ല തൂക്കത്തിലും ഈ കേടുകൾ, പുഴു അങ്ങനെയുള്ള കേടുകൾ വരെ ഒത്തിരി കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇട്ട് കൊടുക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഏത്തപ്പഴമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. വില തുച്ഛമാണ്, 70 രൂപയെ ഒരു പാക്കറ്റിന് വരുന്നുള്ളൂ. ഒരു 100 ഗ്രാം ധാരാളമാണ് ഒരു ഫ്രൂട്ട് പ്ലാന്റ്സിന് ഇട്ട് കൊടുത്താൽ. ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായത് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കില്ല. നേരത്തെ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ, കാരണം പുതിയതായിട്ട് കാണുന്ന കർഷക സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കത് ഒത്തിരി ഉപകാരപ്രദമാവും. ഞാൻ പറഞ്ഞ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. വാഴയിലാണെങ്കിൽ ഇഷ്ടംപോലെ കർഷകർ ഉപയോഗിച്ചിട്ടുണ്ട് വാഴ കൃഷിയിൽ. അപ്പോൾ ഉറപ്പായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സിലും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.